ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം ദേവാലയത്തിന്റെ പവിത്രതയും പാവനതയും പരിശുദ്ധിയും മനസ്സിലാകാതെ പോകുന്നത് ദേവാലയം എന്നത് ദൈവം വസിക്കുന്ന ഇടമാണെന്നും ഒരു ദൈവാനുഭവത്തിനായി ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന സ്ഥലമാണെന്നും എന്ന ബോധ്യം പലപ്പോഴും നാം മറന്നു പോകുന്നത് കൊണ്ടാണ്. യേശുവിൽ പ്രിയ സഹോദരർ, ഇന്നത്തെ സുവിശേഷത്തിൽ യേശുനാഥൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, എൻ്റെ ഭവനം പ്രാർത്ഥനാലയം എന്നറിയപ്പെടും, എന്നാൽ നിങ്ങളോ അതിനെ കവർച്ചക്കാരുടെ ഗുഹയാക്കി മാറ്റിയിരിക്കുന്നു. ദേവാലയം എന്നത് പരിശുദ്ധിയോടും പാവനതയോടും കൂടെ നാം പരിഗണിക്കേണ്ട ഒരു ഇടമാണെന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശുനാഥൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 1 കൊറിന്തോസ് 3:7 പൗലോസ് ശ്ലീഹ പറയുന്നു, നടുന്നവനോ നനച്ചവനോ അല്ല, ദൈവമാണ് വളർത്തുന്നത്. പലപ്പോഴും ഈ ഒരു ബോധ്യം നമുക്കില്ലാതെ പോകുന്നത് കൊണ്ടാണ് മറ്റുള്ളവരുടെ കുറവുകൾ മൂലം, അധികാരികളുടെ കുറവുകൾ മൂലം ദേവാലയത്തെ വെറുക്കുന്നവരും ദൈവിക സന്നിധിയെ വില കുറച്ച് കാണുന്നവരുമായി നാം എല്ലാവരും മാറുന്നത്. പ്രാർത്ഥനയ്ക്കല്ലാതെ, ഒരു ദൈവാനുഭവത്തിനല്ലാതെ, ആത്മീയ സന്തോഷത്തിനല്ലാതെ പലപ്പോഴും നാം ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുന്നതും ദേവാലയം എന്നത് പരിശുദ്ധമായി കാണണമെന്നൊരു ബോധ്യം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ്. 1 പത്രോസ് 1:15 പത്രോസ് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിശുദ്ധരായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. ദേവാലയം എന്നത് നമുക്കൊരു വീക്കെൻഡ് ഹോബി മാത്രമായി മാറുന്നതും പലപ്പോഴും കണ്ടുമുട്ടലിനും ഒത്തുചേരലിനും ആഘോഷത്തിനും മാത്രമായി ഇടമായി നാം ദേവാലയത്തെ ഉപയോഗിക്കുന്നതുമെല്ലാം ദേവാലയത്തിന്റെ പവിത്രത, പാവനത നാം നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാകാതെ പോകുന്നത് കൊണ്ടാണ്. ജ്ഞാനത്തിന്റെ പുസ്തകം 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, വിശുദ്ധിയുള്ളവ വിശുദ്ധിയോടെ പരിഗണിക്കുന്നവൻ വിശുദ്ധനായി തീരും, അവ അഭ്യസിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരിടമാണ് ദേവാലയം എന്ന ബോധ്യത്തോടുകൂടി ആ ദേവാലയത്തെ വിശുദ്ധിയോടെ പരിഗണിക്കുവാനും വിശുദ്ധിയോടുകൂടെ തന്നെ, പവിത്രതയോടുകൂടെ തന്നെ ആ ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുവാനും രക്ഷ പ്രാപിക്കുവാനും ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുവാനും നമുക്കെല്ലാവർക്കും ആത്മാർത്ഥമായി പരിശ്രമിക്കാം. 1 തെസ്സലോനിയൻസ് 4:7 പൗലോസ് ശ്ലീഹ പറയുന്നു, അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഈ ഒരു ബോധ്യത്തോടുകൂടെ വിശുദ്ധിയോടുകൂടെ തന്നെ ദേവാലയത്തെ വിശുദ്ധമായി കാണുവാനും അതിന്റെ പവിത്രത കാത്ത് പരിപാലിക്കുവാനും നമുക്കെല്ലാവർക്കും ആത്മാർത്ഥമായി പരിശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ ആശീർവാദത്തിനായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. കർത്താവ് അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയായിരിക്കും പ്രസാദിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണാപൂർവ്വം കടാക്ഷിച്ച് നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.